എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു റോഡ് ട്രിപ്പിന് പോകുമ്പം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആകണം, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോസ് പ്ലേലിസ്റ്റ് കാറ്റഗറൈസ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അത് നിങ്ങളുടെ സൗകര്യാർത്ഥമാണ്. നോക്കി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മളെ റോഡ് ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് വണ്ടിയുടെ എസെൻഷ്യൽ, 2 നമ്മുടെ പേഴ്സണൽ നീഡ്സ്, പിന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, പിന്നെ 4-മത്തേത് സ്റ്റേ അതിൻ്റെ കാര്യങ്ങൾ, 5-മത്തേത് സേഫ്റ്റി. ഇത്തരം കാര്യങ്ങളായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം നമ്മുടെ റോഡ് ട്രിപ്പ് പ്രിപ്പറേഷനെ. അത് ആദ്യത്തേത് വണ്ടിയുടെ വെഹിക്കിളിൻ്റെ കാര്യത്തിൽ വണ്ടിയുടെ RC ബുക്ക്, ഇൻഷുറൻസ്, പുകയുടെ സർട്ടിഫിക്കറ്റ്, ഡ്രൈവറിൻ്റെ ലൈസൻസ്, അതുപോലെ തന്നെ വേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഡ്രൈവറും ഓണറും സെയിം ആളല്ലെങ്കിൽ നമ്മൾ മുദ്രപത്രത്തിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഓണറിൻ്റെ നിന്ന് മേടിക്കണം. അത് നോട്ടറിയും കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം. അല്ലെങ്കിൽ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഓണറും ഡ്രൈവറും സെയിം ആണോ? അല്ലെങ്കിൽ MB ആക്ട് 197 പ്രകാരം 5000 രൂപ വരെ ഫൈൻ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അത് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു പേപ്പർ കൈ കരുതുക. അടുത്തത് വണ്ടി ഒരു ഒരുപാട് ലോങ്ങൊക്കെയാണ് വണ്ടി ഒരു ചെക്കപ്പൊക്കെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സോൾവ് ചെയ്യും. നമ്മൾ വഴിപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുപോലെ EV കാറുകൾ കൊണ്ട് പോകുമ്പോൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മേളിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. EV കൊണ്ട് പോകുന്നവർ നോക്കുക. അതുപോലെ ഒരു ജമ്പർ കേബിളോ ജമ്പ് സ്റ്റാർട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് യാത്രയിൽ ബാറ്ററി ലോ വോൾട്ടേജ് ബാറ്ററി എന്തെങ്കിലും ഡിസ്ചാർജ് ആയി പോയെങ്കിൽ നമുക്ക് സ്റ്റാർട്ടാക്കി പോകാൻ പറ്റും. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വണ്ടിയിൽ അത്യാവശ്യമായിട്ട് വെക്കേണ്ടതാണ് ഒരു ഡാഷ് ക്യാം. ഫ്രണ്ടും റിയറും റെക്കോർഡിംഗ് ഉള്ള ഒരു നല്ല HD ക്വാളിറ്റിയിലുള്ള ഒരു ഡാഷ് ക്യാം വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ലോങ് ഡിസ്റ്റൻസിൽ EVയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ എവിടെയാണെന്നും അത് വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് യാത്ര തുടങ്ങുക. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ യാത്ര ചെയ്യുന്ന റൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് ഫാമിലി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്കും ടെൻഷൻ ഇല്ലാതെ നമ്മുടെ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ പേഴ്സണലാണ്. നമ്മൾ ഡ്രസ്സ്, നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് അത് നമ്മൾ കരുതുക. അത് പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പാണെങ്കിൽ നമുക്ക് പോകുന്ന വഴി കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുപോലെ നമ്മൾ പോകുന്നിടത്തെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മരുന്ന് കൊണ്ടുപോവുക. പിന്നെ കുറച്ച് മരുന്നുകൾ നമ്മുടെ സാധാരണ വരുന്ന പനി, തലവേദന അങ്ങനെയുള്ള മരുന്നുകൾക്ക് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വയറിന് സംബന്ധമായ മരുന്നുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ, പ്രോബയോട്ടിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അധികം വയറിന് കംപ്ലയിൻറ്റ് വരാതിരിക്കും. അതുപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാതിരിക്കാണ്ട് അതിനുള്ള മരുന്ന് കൊണ്ടുപോവുക. ആ മരുന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് 2 ദിവസം മുമ്പേ കഴിക്കാൻ തുടങ്ങണം. അതുപോലെ പിന്നെയുള്ളത് നമ്മുടെ ഇതാണ് ID കാർഡ്സാണ്. അത് ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, അതുപോലെ നമ്മുടെ 2-3 ഫോട്ടോ. ഈ ആധാർ കാർഡിനെ പാൻ കാർഡിനെയൊക്കെ ഒരു കോപ്പിയൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു എമർജൻസിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്കതെടുക്കാം. ആ എടുക്കുന്ന കൂട്ടത്തിൽ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോട്ടോ കോപ്പിയും കൂടെ എടുക്കുക. ചില സ്ഥലത്തൊക്കെ നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടി നമ്മളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഫോണിനകത്ത് ഒരു പോസ്റ്റ് പെയ്ഡ് സിം ഉണ്ടെങ്കിൽ നമ്മൾ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്. നമുക്ക് കണക്ടിവിറ്റി ലോസ് ആകാതിരിക്കും. അതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു പവർ ബാങ്കോ അല്ലെങ്കിൽ ചാർജിങ് കേബിളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും. അതൊക്കെ എല്ലാവരും എടുക്കുമെന്നറിയാം, എന്നാലും ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അടുത്തതാണ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. അത് നമ്മൾ വെള്ളം അത്യാവശ്യം, ഞാൻ പോകുമ്പം സാധാരണ ഒരു ബോക്സ് വെള്ളം മേടിച്ച് വെക്കും. തീരുമ്പം ഇതിനകത്ത് കയറിയിട്ട് ഒരു ബോക്സ് വെള്ളം വീണ്ടും മേടിക്കും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വെള്ളം മേടിച്ച് വെച്ചാൽ മാത്രം പോരാ, അത് കുടിക്കുകയും കൂടെ വേണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നല്ല രീതിയിലുണ്ടാവും.
പിന്നെ അത്യാവശ്യം സ്നാക്സോ അല്ലെങ്കിൽ നൂഡിൽസൊക്കെ കൊണ്ടുപോകുക. ഒരു ബ്യൂട്ടൈൻ ഗ്യാസിൻ്റെ അടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. യാത്രയിൽ ചെറിയ ഉണ്ടാക്കൊക്കെ ഒരു രസമാണേ. നമ്മുടെ ഭക്ഷണം നമ്മൾ ആരെയും കുറ്റം പറയുമല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിന് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ തന്നെ മിണ്ടായിരുന്നു കഴിച്ചോളും. അടുത്തതാണ് സ്റ്റേ നമുക്ക് 2 രീതിയിൽ അഡോപ്റ്റ് ചെയ്യാം. ഒന്ന്, നമ്മൾ വണ്ടിക്കകത്ത് സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ വണ്ടി ക്യാമ്പർ വാനാക്കി സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുക. വണ്ടിയിലാണ് സ്റ്റേ എങ്കിൽ വണ്ടി സേഫായിട്ട് ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്ത് അതിനകത്ത് സ്റ്റേ ചെയ്യാവുള്ളൂ. ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്തൊന്നും ചെയ്യരുത്. നമ്മുടെ നാടല്ല, നമ്മുടെ നാട്ടിൽ പോലും ചെയ്യരുത്. വല്ല ഫ്യൂവൽ പമ്പിലോ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസിലോ ഒക്കെ കിടക്കുവാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വണ്ടിയിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ആ ഒരു സേഫ്റ്റി നോക്കണം. വണ്ടി ലോക്ക് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. AC ഇട്ട് കിടക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരുപാട് പേർക്ക് മരണം സംഭവിക്കുന്നുണ്ട് AC-യുടെ പ്രശ്നങ്ങൾ കൊണ്ട്. അതുപോലെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ചെല്ലുന്നിടത്ത് ചെന്നിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് ഹോട്ടൽ നോക്കിയാലും കിട്ടുമൊക്കെ ചെയ്യും. ഹൈവേയിലൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. നമുക്കത് സേഫുമാണ്. അപ്പം അങ്ങനെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും റേറ്റ് കുറച്ചുള്ള ഹോട്ടലുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഹോട്ടലിൽ എവിടെയാണെങ്കിലും സ്റ്റേ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അതും ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. അതുപോലെ നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് വേസ്റ്റ് പുറത്തോട്ടിടരുത്. നമ്മളൊക്കെ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിൽ പോലും നോക്കി എന്തോരം കുപ്പിയും കാര്യങ്ങളുമാണ് ആൾക്കാർ വലിച്ച് റോഡിലോട്ട് എറിയുന്നത്. വേസ്റ്റ് കൊണ്ടിടുന്നതിനൊരു മര്യാദയില്ല. അത് വനമാണെങ്കിലും കൊള്ളാം, സാധാരണ സ്ഥലമാണെങ്കിലും കൊള്ളാം, എല്ലാവരും ആളില്ലെന്ന് കണ്ടാൽ അന്നേരം വേസ്റ്റ് ഇടുകയാണ് ചെയ്യാറ്. അത് ഒഴിവാക്കുക, അത് ചെയ്യരുത്. ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. നമ്മൾ യാത്ര ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറരുത് ഒരിക്കലും. അതുപോലെ തന്നെ നമ്മൾ റോഡിലധികം റോഡ് റേജ് ഒന്നും കാണിക്കാതെ, റോഡിൽ വാശി കാണിക്കേണ്ട ഒരു സ്ഥലമല്ല. റോഡിലധികം മത്സരയോട്ടം ഒന്നും ചെയ്യാതെ നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചു പോകുക. ഒരുപാട് നല്ല റോഡുകളാണ് നമ്മുടെ കേരളത്തിലും നല്ല റോഡുകളുണ്ട്. കേരളം വിട്ടാൽ അതിൽ നല്ല റോഡും വീതിയും ഉള്ള റോഡുകളുണ്ട്. അപ്പോൾ നമ്മളതിനകത്ത് വലിയ മത്സരമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. കൂടിപ്പോയാൽ 1 മണിക്കൂറൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ താമസിക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ 1 മണിക്കൂർ താമസിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടൂർ പോകുമ്പോൾ പ്രത്യേകിച്ച് എന്നാ സംഭവിക്കാനാണ്? ഒന്നുമില്ല. ഇതൊക്കെ എൻ്റെ ഒരു 2 വർഷം ഞാൻ ലോങ് ട്രിപ്പ് പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഇതിലുമൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇത്രയും പോലും കാര്യങ്ങളൊന്നും വേണ്ടായിരിക്കും. ചിലപ്പോൾ ഇതിലും ആഡ് ഓൺ ആയിട്ട് അവരെന്തെങ്കിലും പറയുമായിരിക്കും. പിന്നെ വണ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ടൂൾ ബോക്സ് ഉണ്ടെങ്കിൽ നല്ല, അത്യാവശ്യം ചെറിയ എന്തെങ്കിലും ഞുടുക്ക് വിദ്യകളൊക്കെ നമുക്ക് പരീക്ഷിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ടൂൾ ബോക്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ ഒരു മൊബൈൽ ഹോൾഡറും ഒരു ടോർച്ചും വെച്ചേക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ നമുക്ക് ആ ടോർച്ചും അതൊക്കെ ഉപകരിക്കും. മൊബൈൽ ഫോൺ ഹോൾഡർ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് മാപ്പൊക്കെ വെച്ചിട്ട് പോകാൻ നമ്മൾ താഴോട്ട് നോക്കേണ്ട കാര്യമില്ല, നേരെ തന്നെ കാണാം. ഇപ്പം പിന്നെ മിക്ക വണ്ടിക്കും സെറ്റിൽ തന്നെ ഇതൊക്കെ വരുന്നുണ്ട്, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. പിന്നെ ഉള്ളത് സേഫ്റ്റിയും എമർജൻസിയും. സേഫ്റ്റിയിൽ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളൊരു പെപ്പർ സ്പ്രേ ഒരെണ്ണം നമ്മുടെ കൈ കരുതിയേക്കുക. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ വണ്ടിയിൽ നമ്മുടെ എമർജൻസി കോൺടാക്റ്റ് നമ്പേഴ്സ് വെച്ചേക്കുക. അത് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയ ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാണ്ട് അത് ഉപകാരപ്പെടും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അതെല്ലാ വണ്ടിയിലും ഉണ്ട്. അതൊന്ന് നോക്കിയിട്ട് അതിനകത്ത് കുറവുള്ള സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ വണ്ടിക്ക് റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് ഒരെണ്ണം സംഘടിപ്പിച്ച് വെക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോകളുമായിട്ട് വരുന്നിടം വരെ സ്റ്റേ ട്യൂൺ. ബൈ.